എനർജി സ്റ്റോക്കുകളിൽ മുന്നിൽ നിൽക്കുന്ന JSW എനർജിയെക്കുറിച്ചുള്ള സ്റ്റോക്ക് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ. വിശദാംശത്തിലേക്ക് പോകാം. JSW എനർജി ലിമിറ്റഡ്. JSW എനർജി ലിമിറ്റഡ് ഒരു പവർ കമ്പനിയാണ്. കമ്പനി വൈദ്യുതി ഉത്പാദനം, പ്രക്ഷേപണം, വൈദ്യുതി വ്യാപാരം, ഖനനം, ഉപകരണ നിർമ്മാണ വിഭാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. JSW എനർജി ലിമിറ്റഡും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും പ്രധാനമായും കർണാടക, മഹാരാഷ്ട്ര, നന്ദ്യാൽ, സാൽബോണി എന്നിവിടങ്ങളിലെ ഊർജ്ജ ആസ്തികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംയുക്ത സംരംഭവും ടർബൈനുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അസോസിയേറ്റും കമ്പനിക്കുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 69.32%, FII 14.57%, DII 10.05%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1708.14, ഏണിംഗ് പെർ ഷെയർ 10.5, ROE 8.26. ഹൈലൈറ്റുകൾ. 2025 സാമ്പത്തിക വർഷത്തെ ക്വാർട്ടർ 3ൽ കമ്പനിയുടെ അറ്റ ഉത്പാദനം 10% വർദ്ധിച്ച് 6.8 ബില്യൺ യൂണിറ്റായി. പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനം വർഷം തോറും 18% വർദ്ധിച്ച് 1.6 ബില്യൺ യൂണിറ്റായി. 2025 സാമ്പത്തിക വർഷത്തേക്ക് കാപെക്സ് 10,000 കോടി രൂപയായി പരിഷ്കരിച്ചു. ഏറ്റെടുക്കലുകളിലേക്ക് ശ്രദ്ധ മാറുന്നു. ഇൻസ്റ്റാൾ ചെയ്തത് 8.1 ജിഗാവാട്ട്, ലോക്കിൻ 28.3 ജിഗാവാട്ടുമാണ്. 2027 സാമ്പത്തിക വർഷത്തിന്റെ കണക്കാക്കിയ വരുമാനത്തിന്റെ 34 ഇരട്ടിയിലാണ് ഈ ഓഹരി ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. സ്റ്റോക്ക് പ്രകടനം. താപ, പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ മുൻനിര വൈദ്യുതി ഉൽപ്പാദന കമ്പനികളിൽ ഒന്നാണ് JSW എനർജി. 2030 ആകുമ്പോഴേക്കും 20 ജിഗാവാട്ട് ഉൽപ്പാദനശേഷി ലക്ഷ്യമിട്ട് ഏറ്റെടുക്കലുകളിലൂടെയും പുതിയ പദ്ധതികളിലൂടെയും കമ്പനി തന്ത്രപരമായി അതിന്റെ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താപ, ജല, സൗരോർജ്ജ, കാറ്റ് ഊർജ്ജ മേഖലകളിൽ വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോ ഉള്ളതിനാൽ ദീർഘകാല വളർച്ചയ്ക്ക് JSW എനർജി സ്ഥാനം പിടിച്ചിരിക്കുന്നു. സമീപ മാസങ്ങളിൽ JSW എനർജിയുടെ ഓഹരികൾ മിതമായ ചാഞ്ചാട്ടം കാണിക്കുന്നു. ഇത് വിശാലമായ വിപണി സാഹചര്യങ്ങളെയും കമ്പനി നിർദ്ദിഷ്ട സംഭവവികാസങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ വിപുലീകരണ പദ്ധതികൾ കാരണം ഓഹരി ശക്തമായ വരുമാനം നൽകി. ക്വാർട്ടർ 3 ഫലങ്ങൾ. JSW എനർജിയുടെ വരുമാനം ക്വാർട്ടർ 3ൽ 2,543 കോടി ആയിരുന്നപ്പോൾ ഇത് 4.1% കുറഞ്ഞ് 2,439 കോടിയായി. ലാഭം 27% കുറവോടെ 231 കോടി മുതൽ 168 കോടിയായി. കമ്പനി 6.8 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിച്ചു. ഈ വർഷം തോറും 10% വളർച്ചയാണ്. പുനരുപയോഗവും വളർച്ചയും നടത്തി കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 1.6 ബില്യൺ യൂണിറ്റ് ഉൽപ്പാദനം 18% വാർഷിക നേട്ടം കൈവരിച്ചു. കമ്പനിക്ക് 14,000 കോടി കടബാധ്യതയുണ്ടെങ്കിലും ഇത് കടമിക്വിറ്റി അനുപാതം നിലനിർത്തുന്നു. പ്രധാന പ്ലാന്റുകളിലെ ഹ്രസ്വകാല റിയലൈസേഷൻ കുറയുന്നതിനാൽ വരുമാനത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും കമ്പനി വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ശക്തമായ വളർച്ചയാണ്. പുനരുപയോഗ പദ്ധതിയിലേക്കുള്ള കടന്നുകയറ്റം, കാത്തിരിക്കുന്ന വലിയ ക്യാപ്സുകൾ, പുതിയ തെർമൽ ആൻഡ് റിന്യൂവബിൾ പ്രോജക്റ്റുകൾ എന്നിവ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും. പുതിയ ഓർഡറും വിപുലീകരണ പദ്ധതികളും. JSW എനർജി അതിന്റെ ശേഷി വികസിപ്പിക്കുന്നു. WBSEDCL അനുവദിച്ച 1,600 മെഗാവാട്ട് പുതിയ താപവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സ്റ്റീൽ ഉൽപ്പാദകരായ JSW സ്റ്റീൽ പശ്ചിമ ബംഗാളിൽ 9,680 കോടി രൂപ മുതൽ മുടക്കിൽ 1,600 മെഗാവാട്ട് ക്യാപ്റ്റീവ് തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് അറിയിച്ചു. അനുബന്ധ കമ്പനിയായ JSW ബംഗാളിന്റെയും ഗ്രൂപ്പ് സ്ഥാപനമായ JSW എനർജിയുടെയും സംയുക്ത സംരംഭമായിരിക്കും ഈ പ്ലാന്റ്. സ്വന്തം ഖനികളിൽ നിന്നുള്ള കൽക്കരി ഉപയോഗിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ഇതിനായി 2,000 കോടി രൂപ നിക്ഷേപിക്കും. ബാക്കി 7,680 കോടി രൂപ 800 മെഗാവാട്ട് വീതം ശേഷിക്കുന്ന 2 യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി നിക്ഷേപിക്കും. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകെ ശേഷി 9 ജിഗാവാട്ട് താപവൈദ്യുതിയും 21 ജിഗാവാട്ട് പുനരുപയോഗിക്കാവുന്നതുമാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 10,000 കോടി മൂലധനം ചെലവഴിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഏറ്റെടുക്കൽ തന്ത്രം.
സന്തുലിത വളർച്ചയ്ക്കായി ഹരിത താപ ആസ്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യകത മിതമായ വേഗതയിൽ 4.5% വളർന്നു. ഉയർന്ന അടിത്തറ കാരണം 2025 സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ 2.7% വളർച്ച രേഖപ്പെടുത്തി. കൂടാതെ 2025 ജനുവരിയിലെ വൈദ്യുതി ആവശ്യകത ദുർബലമായി തുടരുന്നു. ശക്തമായ വൈദ്യുതി ഉൽപ്പാദന വളർച്ച ഉണ്ടായിരുന്നിട്ടും കമ്പനിയുടെ മൊത്തം വരുമാനം 2025 സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ഏകദേശം 4% കുറഞ്ഞ് 2,439 കോടി രൂപയായി. രത്നഗിരി, വിജയനഗർ പ്ലാന്റുകളിലെ ഹ്രസ്വകാല റിയലൈസേഷൻ കുറഞ്ഞതും നിയന്ത്രണ മാറ്റങ്ങൾ കാരണം ജലവൈദ്യുത നിലയങ്ങളിലെ താരിഫ് കുറഞ്ഞതുമാണ് വരുമാന ഇടിവിന് പ്രധാന കാരണം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. മൂവിംഗ് ആവറേജ് 50, 100, 200. പ്രഡിക്ഷൻ ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺക്ലൂഷൻ. JSW എനർജി നിലവിൽ 2027 സാമ്പത്തിക വർഷത്തിലെ കണക്കാക്കിയ വരുമാനത്തിന്റെ 34 മടങ്ങ് വ്യാപാരം നടത്തുന്നുണ്ട്. ഏകദേശം 5,000 കോടി രൂപയുടെ പണമിടപാട്, കമ്പനിയുടെ ആക്രമണാത്മക ശേഷി വികസന പദ്ധതികൾ, ശക്തമായ പദ്ധതികളുടെ പൈപ്പ് ലൈൻ, വളരുന്ന പുനരുപയോഗ ഊർജ്ജ പോർട്ട്ഫോളിയോ എന്നിവ കണക്കിലെടുക്കുമ്പോൾ വിപണി സാഹചര്യങ്ങളും നിയന്ത്രണ മാറ്റങ്ങളും കാരണം ഹ്രസ്വകാല വരുമാനം സമ്മർദ്ദത്തിലാണെങ്കിലും പുനരുപയോഗ ഊർജ്ജ വികസനവും തന്ത്രപരമായ ഏറ്റെടുക്കലുകളും കാരണം കമ്പനി അടുത്ത വർഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you.